അപ്പോൾ പാർട്ട്ണർഷിപ്പ് അഡ്മിഷൻ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ കുറെ അഡ്ജസ്റ്റ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്തു. അതിൽ നമ്മൾ ആദ്യം പഠിച്ച അഡ്ജസ്റ്റ്മെന്റ് ആണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് അകത്താണ് നമ്മൾ ന്യൂ റേഷ്യോ, സാക്രിഫൈസിംഗ് റേഷ്യോയുടെ കാൽക്കുലേഷൻസ് ഒക്കെ പഠിച്ചത്. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ, ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. അവിടെ നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ പഠിച്ചു. ആവറേജ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ പഠിച്ചു. കുറെ കേസുകളായിട്ട് തിരിച്ചിട്ട് പുതിയ പാർട്ട്ണർ ഗുഡ് വിൽ കൊണ്ടുവരുന്നു, പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ഫുള്ള് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നു, പുതിയ പാർട്ട്ണർ ഗുഡ് വിൽ ക്യാഷ് ആയിട്ടല്ല കൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്നു, പിന്നെ പുതിയ പാർട്ട്ണർ ഗുഡ് വില്ലെ കൊണ്ടുവരുന്നില്ല, ഹിഡൻ ഗുഡ് വില്ല്. അങ്ങനെ കുറെ കേസുകൾ നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ലിനകത്ത് കണ്ടു. പിന്നെ അതിനുശേഷം നമ്മളിപ്പോ ലാസ്റ്റ് പഠിച്ച ട്രീറ്റ്മെന്റ് ആണ് ട്രീറ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. അതായത് റിസർവ്, P&L ഇതുപോലുള്ള ഐറ്റത്തിന്റെയൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടതാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. എന്താണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്? പാർട്ട്ണർഷിപ്പ് അഡ്മിഷൻ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പുതിയതായിട്ട് ഒരു പാർട്ട്ണർ കടന്നു വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണല്ലോ അഡ്മിഷൻ. ശരിയല്ലേ? ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പുതിയതായിട്ട് ഒരു പാർട്ട്ണർ വരുന്ന പ്രോസസ്സാണ് അഡ്മിഷൻ. ഇപ്പൊ A, B എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ് ഉള്ള ഒരു ബിസിനസ്സിൽ C എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണർ കടന്നു വരുന്നു. അപ്പൊ C എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണർ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ C ഓൾഡ് പാർട്ട്നേഴ്സ് ആയ Aയുടെ അടുത്തും Bയുടെ അടുത്തും പറയും, ഈ ബിസിനസ്സിൽ ഇപ്പോ എത്ര രൂപയുടെ അസറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര രൂപയുടെ ലയബിലിറ്റി ഉണ്ട് എന്ന് എനിക്കും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതാരായാലും ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പൊ നമ്മളാണ് ഒരു ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് പോകുന്നതെങ്കിൽ നമ്മളും ഉറപ്പായിട്ടും ചോദിക്കും, ഈ ബിസിനസ്സിൽ ഇപ്പോൾ എത്ര രൂപയുടെ അസറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര രൂപയുടെ ലയബിലിറ്റി ഉണ്ട്. എങ്കിൽ അതിനുവേണ്ടി ഈ ഓൾഡ് പാർട്ട്നേഴ്സായ എയും ബിയും കൂടെ അവർ ഇപ്പോഴുള്ള അസറ്റും ലയബിലിറ്റിയും രണ്ടും കൂടെ എടുത്ത് എന്ത് ചെയ്യും? റീവാല്യൂ ചെയ്യും. വീണ്ടും ഒന്നുകൂടി വാല്യൂ ചെയ്ത് നോക്കും. ആ അസറ്റിനും ലയബിലിറ്റിക്കും ഇപ്പോൾ എന്ത് വിലയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീവാലുവേഷൻ. അപ്പൊ റീവാലുവേഷൻ നടത്തിയതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചിരിക്കാം? 4 കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം. റീവാലുവേഷൻ നടക്കുമ്പോൾ പ്രധാനമായി 4 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, അസറ്റിന്റെ വില കൂടിയിരിക്കാം. ഇത്രയും കാലം 1 ലക്ഷം രൂപയായിരുന്നു അസറ്റിന്റെ വില. ഇപ്പൊ നമ്മൾ റീവാല്യൂ ചെയ്തപ്പോൾ അസറ്റിന്റെ വില കൂടിയിരിക്കുന്നു. അസറ്റിന്റെ വില കൂടിയിരിക്കാം, ഇത് സംഭവിക്കാം. തിരിച്ച് അസറ്റിന്റെ വില കുറഞ്ഞിരിക്കാം, ഡിക്രീസ് ആയിരിക്കാം. 3, ലയബിലിറ്റി കൂടിയിരിക്കാം, ലയബിലിറ്റി ഇൻക്രീസ് ആയിരിക്കാം. 4, ലയബിലിറ്റി ഡിക്രീസ് ആയിരിക്കാം. 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു അസറ്റിന് ഇതുവരെ വില. നമ്മളിപ്പോൾ റീവാല്യൂ ചെയ്ത് നോക്കിയപ്പോൾ ഈ അസറ്റിന്റെ വില കൂടിയിട്ടുണ്ട്, 1,10,000 രൂപ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അസറ്റിന്റെ വില കുറഞ്ഞ് 90,000 രൂപ ആയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലയബിലിറ്റികളുടെ എമൗണ്ടും ചിലപ്പോൾ കൂടുകയും ചെയ്തിരിക്കാം, കുറയുകയും ചെയ്തിരിക്കാം. അപ്പൊ ഈ അസറ്റ് ലയബിലിറ്റി നമ്മൾ റീവാല്യൂ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റൂ എന്താണ് നമ്മുടെ അസറ്റുകൾക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഉണ്ടോ? അസറ്റിന്റെ വില കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? ഈ 4 കാര്യങ്ങൾ കൂടാതെ വീണ്ടും 2 കാര്യങ്ങൾ കൂടെ ചിലപ്പോഴെങ്കിലും സംഭവിക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടുത്തെ അസറ്റുകളെല്ലാം എടുത്ത് ഇങ്ങനെ ഒന്നൊന്നായിട്ട് വാല്യൂ ചെയ്ത് വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്. നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ടില്ലാത്ത, നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത 1-2 അസറ്റുകൾ അവിടെ ഇരിക്കുന്നു. റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും അസറ്റുകൾ അവിടെ ഇരുന്നാൽ ഈ അസറ്റുകളെ വിളിക്കുന്ന പേരാണ് അൺറെക്കോർഡഡ് അസറ്റ്. അൺറെക്കോർഡഡ് അസറ്റ്. അതുപോലെ നിങ്ങൾ ലയബിലിറ്റി എല്ലാം ഇങ്ങനെ വാല്യൂ ചെയ്ത് വരുമ്പോൾ അവിടെയും ചിലപ്പോൾ സംഭവിക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കാണാതെ വിട്ടുപോയ, റെക്കോർഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ലയബിലിറ്റി ആ ബിസിനസ്സിൽ ഉണ്ടാകാം. അതിന് നമ്മൾ അൺറെക്കോർഡഡ് ലയബിലിറ്റി എന്ന് വിളിക്കും. അപ്പൊ അൺറെക്കോർഡഡ് അസറ്റും അൺറെക്കോർഡഡ് ലയബിലിറ്റിയും. ബുക്കിൽ ഇതുവരെ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്ത അസറ്റുകൾ ചിലപ്പോൾ അവിടെ ഉണ്ടാകാം, ഇതുവരെ നിങ്ങൾ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാത്ത ലയബിലിറ്റികൾ ഉണ്ടാകാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ റീവാലുവേഷന്റെ സമയം
സംഭവിക്കും. അപ്പൊ ഈ 6 കാര്യങ്ങൾ ഉറപ്പായിട്ട് റീവാലുവേഷനിൽ സംഭവിച്ചിരിക്കും. അപ്പൊ അസറ്റും ലയബിലിറ്റിയും അതിനിപ്പോൾ എന്ത് വിലയുണ്ട് എന്നറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീവാലുവേഷൻ. ഈ റീവാലുവേഷൻ നടത്താൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് വരയ്ക്കാൻ പോകുന്ന അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. അപ്പൊ എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. എന്താണ് നോമിനൽ അക്കൗണ്ട്? അപ്പൊ നമുക്ക് നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ മനസ്സിൽ വരണം. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ പറയുന്നത് എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ്. എല്ലാ എക്സ്പെൻസുകളെയും ലോസുകളെയും ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എല്ലാ ഇൻകംസും ഗെയിൻസും ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ എക്സ്പെൻസ് ലോസുകളെല്ലാം ഡെബിറ്റ് ചെയ്യണം, ഇൻകംസും ഗെയിൻസും എല്ലാം ക്രെഡിറ്റ് ചെയ്യണം. നഷ്ടങ്ങളും ചിലവുകളും ഡെബിറ്റ് ചെയ്യുക, വരുമാനങ്ങളും ലാഭങ്ങളും എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ പറയുന്നത്. ആ നോമിനൽ അക്കൗണ്ട് ആണ് ഏത് അക്കൗണ്ട്? റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ റൂൾ പ്രകാരമേ പ്രിപ്പയർ ചെയ്യാവൂ. അതായത് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ എഴുതേണ്ട ഐറ്റംസ് എല്ലാം നിങ്ങളുടെ എക്സ്പെൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ ലോസ് ആയിരിക്കണം. അതുപോലെ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ ഒരു ഐറ്റം എഴുതുന്നുണ്ടെങ്കിൽ ആ ഐറ്റം എന്തായിരിക്കണം? ഒന്നുകിൽ നിങ്ങളുടെ ഇൻകം ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിൻ ആയിരിക്കണം. അപ്പൊ അത് ഈ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതാവൂ. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. പ്രിപ്പയർഡ്. അത് എന്തിന് പ്രിപ്പയർ ചെയ്യുന്നു? ടു ഫൈൻഡ് ദി ട്രൂ വാല്യൂസ് of assets and liabilities. To find the true values of assets and liabilities. To find the true values of asset and liabilities. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാ? അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ, യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാൻ. തീർന്നില്ല. ആൻഡ് ഓൾസോ ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് arising therefrom. And also find profit or loss arising therefrom. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും യഥാർത്ഥ വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ യഥാർത്ഥ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഏറ്റവും അവസാനം ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ റീവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് വിളിക്കും. ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ റീവാലുവേഷൻ ലോസ് എന്ന് വിളിക്കും. അതെങ്ങനെയാണ് ഈ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ലോസും വരുന്നത്? ഇത് നോക്കിയേ. അസറ്റിന്റെ വില കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമല്ലേ? അപ്പൊ അത് പ്രോഫിറ്റ് ആണല്ലോ. അസറ്റിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമല്ലേ? അത് ലോസ് ആണ്. ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ നഷ്ടമാണ്, അത് ലോസ്. ലയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ലാഭമാണ്, ഗെയിൻ ആണ്. അൺറെക്കോർഡ് ആയിട്ട് ഒരു അസറ്റ് വന്നാൽ അത് ലാഭമാണ്, അൺറെക്കോർഡ് ആയിട്ട് ഒരു ലയബിലിറ്റി വന്നാൽ നഷ്ടമാണ്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതും. ഈ ലാഭങ്ങളും നഷ്ടങ്ങളെല്ലാം രണ്ട് സൈഡ് മാറ്റി മാറ്റി നിങ്ങൾ എഴുതിയിട്ട് ഏറ്റവും അവസാനം ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതും മൊത്തത്തിലുള്ള നെറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അവസാനം കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ റീവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് വിളിക്കും. ലോസ് ആണെങ്കിൽ റീവാലുവേഷൻ ലോസ് എന്ന് വിളിക്കും. ഇനി എന്ത് വന്നാലും അത് ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രം ഓൾഡ് റേഷ്യോയില് ഷെയർ ചെയ്യും. 5 പൈസ പുതിയ പാർട്ട്ണർക്ക് കൊടുക്കില്ല. കാരണം ഈ അസറ്റിന്റെ വില കൂടിയതും കുറഞ്ഞതിന്റെ എല്ലാം കാരണം പഴയ പാർട്ട്നേഴ്സാണ്. പുതിയ പാർട്ട്ണർ ഇന്ന് വന്നതേ ഉള്ളൂ. അപ്പൊ ഈ റീവാലുവേഷൻ ആയിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ലോസ് എല്ലാം ആര് വിധിച്ചെടുക്കും? ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യും? വിധിച്ചെടുക്കും. കണ്ടോ? ഇതാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റീവാലുവേഷൻ നമ്മൾ അസറ്റ് ലയബിലിറ്റിന്റെ പുതിയ വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് റീവാലുവേഷൻ. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് റീവാലുവേഷൻ അക്കൗണ്ട്. അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പൊ ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്ന റൂൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ.
ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ടു ഫൈൻഡ് ദി ട്രൂ വാല്യൂസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. അസറ്റിന്റെയും ലൈബിലിറ്റിയുടെയും യഥാർത്ഥ വില കണ്ടുപിടിക്കാനാണ് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ യഥാർത്ഥ വില കണ്ടുപിടിക്കുന്നത് വഴി ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അറൈസിംഗ് ദെയർ ഫ്രം. എന്നിട്ട് ആ കിട്ടുന്ന പ്രോഫിറ്റ് ലോസും ആര് വിധിച്ചെടുക്കും? ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയില് വിധിച്ചെടുക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നതെന്നൊക്കെ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. സാധാരണ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്ന കണക്ക് തന്നെയാണ്. പെർട്ടിക്കുലർസ് എമൗണ്ട്, ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഇനി ഇത് നോമിനൽ അക്കൗണ്ട് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ടത് എല്ലായ്പ്പോഴും എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എല്ലായ്പ്പോഴും എഴുതേണ്ടത് ഇൻകംസ് അല്ലെങ്കിൽ ഗെയിൻ. അതാണ് നോമിനൽ അക്കൗണ്ട് റൂൾ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റമാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഈ പറഞ്ഞ ഈ 6 ഐറ്റമാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്നത്. അപ്പൊ ഇനി ഈ 6 ഐറ്റത്തിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ലോസ്, ഏതൊക്കെയാണ് നിങ്ങളുടെ ഗെയിൻ എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഇത് ലോസ് എല്ലാം നിങ്ങൾ എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഗെയിൻ എല്ലാം എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇനി ഓരോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഐറ്റം അസറ്റ് ഇൻക്രീസ്. അസറ്റിന്റെ വില കൂടി. അസറ്റിന്റെ വില കൂടിയാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? അസറ്റിന്റെ വില കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ലാഭമാണ്. എങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഗെയിൻ എല്ലാം എന്ത് ചെയ്യണമെന്നാ? ക്രെഡിറ്റ് ചെയ്യണമെന്നാ. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അസറ്റ് അത് കൂടിയതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ബ്രാക്കറ്റിൽ ഒരു പ്ലസിന്റെ സിമ്പിൾ ഇടാം. അസറ്റ് കൂടിയതാണ് എന്ന് അറിയാൻ വേണ്ടി എമൗണ്ട് കോളത്തിൽ ഇടും. ഇനി രണ്ടാമത്തെ ഐറ്റം എന്താ? അസറ്റ് ഡിക്രീസ്. അസറ്റിന്റെ വില കുറഞ്ഞു. അസറ്റിന്റെ വില കുറഞ്ഞാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ്. അത് ലോസ് ആണ്. അപ്പൊ അത് ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. അസറ്റിന്റെ വില കുറഞ്ഞു, മൈനസ് എന്നിട്ട് കാണിച്ചു, കുറഞ്ഞു എന്നറിയാൻ എമൗണ്ട് എഴുതി. അടുത്ത ഐറ്റം ഏതാ? ലയബിലിറ്റി ഇൻക്രീസ് ആയി. ലയബിലിറ്റി കൂടി. ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? ലയബിലിറ്റി കൂടുന്നത് നമുക്ക് നഷ്ടമാണ്, ലോസ് ആണ്. അപ്പൊ ലയബിലിറ്റി കൂടിയാൽ വീണ്ടും ഏത് സ്ഥലത്ത്? ലയബിലിറ്റി ഡെബിറ്റ് സൈഡിൽ. ലയബിലിറ്റി കൂടി പ്ലസ് ഇട്ടു, എമൗണ്ട് എഴുതും. ഇനി അടുത്ത ഐറ്റം ഏതാ? ലയബിലിറ്റി ഡിക്രീസ്. ലയബിലിറ്റി കുറയുന്നു. ലയബിലിറ്റി കുറഞ്ഞാൽ നമുക്കത് ലാഭമാണ്, ഗെയിൻ ആണ്. അപ്പൊ ഏത് സൈഡിൽ എഴുതാം? ക്രെഡിറ്റ് സൈഡിൽ. ലയബിലിറ്റി കുറഞ്ഞു, മൈനസ് ഇട്ട് കാണിച്ചു, അതിന്റെ എമൗണ്ട് വളർത്തി എഴുതാം. ഇനി അൺറെക്കോർഡഡ് അസറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത ഒരു അസറ്റ് കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്കത് ലാഭമാണ്. അത് വിറ്റ് നമുക്ക് പൈസയൊക്കെ ആക്കാമല്ലോ. അപ്പൊ അത് നമുക്ക് ലാഭമാണ്. അപ്പൊ ഈ സൈഡിൽ എഴുതാം, ക്രെഡിറ്റ് സൈഡിൽ എഴുതാം അൺറെക്കോർഡഡ് അസറ്റ്. അൺറെക്കോർഡഡ് അസറ്റ് എമൗണ്ട്. ഇനി അടുത്ത ഐറ്റം ഏതാ? അൺറെക്കോർഡഡ് ലയബിലിറ്റി. ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്ത പുതിയൊരു കടം കൂടി നമുക്ക് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ? ആ പൈസ നമ്മൾ ഇനി കൊടുക്കണ്ടേ? അപ്പൊ അൺറെക്കോർഡഡ് ലയബിലിറ്റി വന്നാൽ അത് ലോസ് ആണ്. അതെങ്ങോട്ട് എഴുതും? ഡെബിറ്റ് സൈഡിൽ. അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഐറ്റം എഴുതുന്നത്. അപ്പൊ അസറ്റ് കൂടിയാൽ ലാഭമാണ്, ലയബിലിറ്റി കുറഞ്ഞാൽ ലാഭമാണ്, അൺറെക്കോർഡ് അസറ്റ് വന്നാൽ ലാഭമാണ്. അപ്പൊ ലാഭങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അസറ്റ് കുറഞ്ഞാൽ നഷ്ടമാണ്, ലയബിലിറ്റി കൂടിയാൽ നഷ്ടമാണ്, അൺറെക്കോർഡഡ് ലയബിലിറ്റി വന്നാലും നഷ്ടമാണ്. നഷ്ടങ്ങളെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് നമ്മൾ ഈ റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. സാധാ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ഞാൻ കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ സിമ്പിൾ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ഇനി ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നെങ്കിൽ അത് എന്താണ് ആ എമൗണ്ട്? ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നെങ്കിൽ എന്താണ് ആ എമൗണ്ട്? നോക്കി, ഈ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന എമൗണ്ടിലൊക്കെ സത്യം പറഞ്ഞാൽ എന്താ? എല്ലാം നമ്മുടെ ഗെയിൻ അല്ലേ, ലാഭമല്ലേ? അപ്പൊ ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ബിസിനസിന് പ്രോഫിറ്റ് ആണ്. റീവാലുവേഷനിൽ എന്താണ്? പ്രോഫിറ്റ് ആണ്. അതേസമയം ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഈ റീവാലുവേഷനിൽ ലോസ് ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വന്നാൽ അതെന്താണ്? റീവാലുവേഷൻ പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നെങ്കിലോ അത് റീവാലുവേഷൻ ലോസ്. നോക്കിയേ, ഡെബിറ്റ് സൈഡ് കൂടുതൽ വരാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വരാം. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ അത് റീവാലുവേഷൻ പ്രോഫിറ്റ്. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ റീവാലുവേഷൻ ലോസ്.
ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് എന്നല്ലേ പറഞ്ഞത്. ഡെബിറ്റ് സൈഡ് കൂടുതൽ വന്നാൽ ആ ഡിഫറൻസ് എവിടെ ആയിരിക്കും വരുന്നത്? ഇവിടെ ആയിരിക്കും അതിന്റെ ഡിഫറൻസ് വരുന്നത്. ആ ഡിഫറൻസ് എന്തായിരിക്കും? റീവാലുവേഷൻ പ്രോഫിറ്റ്. റീവാലുവേഷൻ പ്രോഫിറ്റ്. ഇനി ഈ സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? റീവാലുവേഷൻ ലോസ് ആയിരിക്കും. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഡിഫറൻസ് എവിടെ വരും? ക്രെഡിറ്റ് സൈഡല്ലേ ഡിഫറൻസ് വരത്തുള്ളൂ. ആ ഡിഫറൻസ് എന്തായിരിക്കും? റീവാലുവേഷൻ ലോസ് ആയിരിക്കും. കണ്ടോ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമോ? രണ്ടും ഒരുമിച്ച് വരില്ല. ഒന്നുകിൽ ഡെബിറ്റ് സൈഡ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലായിരിക്കും. അപ്പൊ ഒന്നുകിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് വരും, അല്ലെങ്കിൽ റീവാലുവേഷൻ ലോസ് വരും. ഇനി റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് വന്നിരുന്നെങ്കിലും ലോസ് വരുന്നെങ്കിലും അതെല്ലാം ആര് വീതിച്ചെടുക്കും? അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യും? വീതിച്ചെടുക്കും. അപ്പൊ റീവാലുവേഷൻ പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്ന എമൗണ്ട് ഇവിടെ ആര് വീതിക്കും? ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോ. അപ്പൊ എയും ബിയും ആണെങ്കിൽ എസ് ക്യാപിറ്റൽ ബിസ് ക്യാപിറ്റൽ എന്ന് എഴുതും. അതുപോലെ തന്നെ ലോസ് വരുമ്പോഴും നമ്മൾ അതേപോലെ തന്നെ എയും ബിയും ആണ് വീതിക്കുന്നതെങ്കിൽ എസ് ക്യാപിറ്റലും ബിസ് ക്യാപിറ്റലും എന്ന് പറഞ്ഞ് രണ്ടായിട്ട് എഴുതും. അപ്പൊ ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നായിരിക്കും നമ്മൾ ഇവിടെ എഴുതുക. ഓൾഡ് പാർട്ട്നേഴ്സ് പ്രോബ്ലം എഴുതുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ പേര് കാണും. അപ്പൊ അവരെ പേരായിരിക്കും എഴുതുക. അപ്പൊ എയും ബിയും ആണെങ്കിൽ എസ് ക്യാപിറ്റൽ ബിസ് ക്യാപിറ്റൽ, എക്സും വൈയും ആണെങ്കിൽ എക്സ് ക്യാപിറ്റൽ വൈസ് ക്യാപിറ്റൽ. ഇനി റീവാലുവേഷൻ ലോസ് വരുമ്പോഴും അത് ആര് വീതിച്ചെടുക്കും? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. എയും ബിയും ആണെങ്കിൽ ലോസ് വന്നാലും എസ് ക്യാപിറ്റൽ ബിസ് ക്യാപിറ്റൽ. ഇനി നിങ്ങൾ അടുത്തത് അറിയേണ്ടത് ഈ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇപ്പൊ നോക്കിയാൽ ഡെബിറ്റ് സൈഡിൽ 1, 2, 3, 4 ഐറ്റംസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും 4 ഐറ്റംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ 4 4 8 ഐറ്റം. ഈ 8 ഐറ്റത്തിന്റെ ജേണൽ എൻട്രി കൂടി പഠിക്കണം. ഈ 8 ഐറ്റത്തിന്റെ ജേണൽ എൻട്രിയും കൂടി പഠിക്കണം. അതായത് അസറ്റിന്റെ വില കൂടിയാൽ എന്താണ് ജേണൽ എൻട്രി? ലയബിലിറ്റി കുറഞ്ഞാൽ എന്താണ് ജേണൽ എൻട്രി? അൺറെക്കോർഡഡ് അസറ്റ് വന്നാൽ എന്താണ് ജേണൽ എൻട്രി? റീവാലുവേഷൻ ലോസ് വീതിക്കുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? അസറ്റിന് വില കുറയുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? ലയബിലിറ്റി കൂടിയാൽ എന്താണ് ജേണൽ എൻട്രി? അൺറെക്കോർഡഡ് ലയബിലിറ്റി വന്നാൽ എന്താണ് ജേണൽ എൻട്രി? റീവാലുവേഷൻ പ്രോഫിറ്റ് വീതിക്കുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? അങ്ങനെ മൊത്തത്തിൽ 8 ജേണൽ എൻട്രി നിങ്ങൾക്ക് പഠിക്കണം. ഈ 8 ജേണൽ എൻട്രി പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഒറ്റയടിക്ക് നമുക്ക് 8 ജേണൽ എൻട്രി പഠിക്കാം. നോക്കിയോ അങ്ങനെ എളുപ്പ വഴിയുന്നു. ഇതൊരു ലെഡ്ജർ അക്കൗണ്ട് അല്ലേ? ഒരു ലെഡ്ജർ അക്കൗണ്ട് ആ സാധാരണ നമ്മൾ ജേണൽ എഴുതിയിട്ട് ജേണലിൽ നിന്നാണ് ലെഡ്ജറിലോട്ട് എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ലെഡ്ജർ വെച്ചിട്ട് തിരിച്ച് ജേണൽ എഴുതാൻ അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഡ്ജർ വെച്ചിട്ട് ജേണൽ പറയാനാണ് ഏറ്റവും എളുപ്പം. അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഇതാണ്. ഇത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഈ ഒരു ആരോ മാർക്ക് ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ, അതായത് ഇങ്ങനെ കറങ്ങുന്ന ഒരു സർക്കിൾ എന്ന് വിചാരിച്ചാൽ മതി. അതായത് നമ്മൾ ക്ലോക്ക് കറങ്ങുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ആരോ മാർക്ക് ഇപ്പോൾ പോകുന്നത്. കണ്ടോ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. ആന്റി ക്ലോക്ക് വൈസിൽ ക്ലോക്ക് ഇങ്ങനെയല്ലേ കറങ്ങുന്നത്? ഇങ്ങനെയല്ലേ ക്ലോക്ക് കറങ്ങുന്നത്? ഇത് തിരിച്ച് കണ്ടോ, നോക്കി തിരിച്ച് ഇങ്ങനെ ഈ ആരോ മാർക്ക് കണ്ടോ? ഈ ആരോ മാർക്കിന്റെ രീതിയിലെ ജേണൽ എൻട്രി വരും. ഒരു ലെഡ്ജർ വെച്ചിട്ട് ജേണൽ എൻട്രി പറയാനുള്ള രീതിയാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ജേണൽ എൻട്രി വരിക. നോക്കിയേ, അപ്പൊ ഈ അസറ്റ് കൂടിയാൽ അതിന്റെ ജേണൽ എൻട്രി എന്ത് വരും? ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ഇവിടുന്ന് തുടങ്ങി നോക്കി, അസറ്റിൽ നിന്ന് നേരെ എങ്ങോട്ട് ആരോ മാർക്ക് പോകുന്നത്? റീവാലുവേഷനിലോട്ട്. ഉണ്ട്. അപ്പൊ ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അതുപോലെ ലയബിലിറ്റി കുറയുമ്പോഴും ഇതേ ജേണൽ എൻട്രി ആരോ മാർക്ക് ഇങ്ങോട്ടല്ലേ നടക്കുന്നത്. അപ്പൊ ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അൺറെക്കോർഡഡ് അസറ്റ് വന്നാൽ ജേണൽ എൻട്രി അൺറെക്കോർഡഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. റീവാലുവേഷൻ ലോസ് വിധിക്കുമ്പോൾ ജേണൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. കണ്ടോ, അപ്പൊ ഈ ആരോ മാർക്ക് ഓർത്തിരുന്നാൽ മതി. ഇനി ഇപ്പുറത്തെ സൈഡുള്ള ഐറ്റത്തിന്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? ഇത് ഇവിടുന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ റീവാലുവേഷനിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അസറ്റിന്റെ വില കുറഞ്ഞാൽ ജേണൽ എൻട്രി ഇവിടെ തുടങ്ങണം. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. ലയബിലിറ്റി കൂടിയാൽ ജേണൽ എൻട്രിയോ വീണ്ടും ഇവിടുന്ന് റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റി. അൺറെക്കോർഡഡ് ലയബിലിറ്റി വന്നാൽ ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അൺറെക്കോർഡഡ് ലയബിലിറ്റി. ഇനി റീവാലുവേഷൻ പ്രോഫിറ്റ് വിധിക്കുമ്പോഴോ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പൊ നോക്കി 8 ജേണൽ എൻട്രി ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു ആരോ മാർക്ക് ഓർത്തിരുന്നാൽ മതി. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് അതും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റൂൾ ഓർത്തിരുന്നാൽ മതി. ലോസ് എല്ലാം ഡെബിറ്റ് സൈഡിൽ വരും, ഗെയിൻ എല്ലാം ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പൊ തന്നിരിക്കുന്ന ഐറ്റംസ് അത് ലാഭമാണോ നഷ്ടമാണെന്ന് മാത്രം നോക്കിയാൽ മതി. ലാഭമാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എഴുതുക, നഷ്ടമാണെങ്കിൽ ഡെബിറ്റ് സൈഡ് എഴുതുക. എന്നിട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ ജേണൽ എൻട്രി എഴുതുക. ഇനി നോക്കിയതിന്റെ ജേണൽ എൻട്രി ഇതാണ്ടോ, ഇതാണ് ആ 8 ജേണൽ എൻട്രി. ഒന്നാമത്തെ എന്താ?
ഫോർ ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിന്റെ വില കൂടി. എന്ത് വരുന്നു ജേണൽ എൻട്രി? അസറ്റിന്റെ വില കൂടിയപ്പോ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? കൺസേൺഡ് അസറ്റ് ഏതാണോ ആ അസറ്റ്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോഴും അവിടെ അസറ്റ് എന്നല്ല നമ്മൾ എഴുതുന്നത്, അസറ്റിന്റെ പേര് കാണും, അസറ്റിന്റെ പേര് വേണം എഴുതുന്നത്. അപ്പൊ ലാൻഡ് ആണെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൺസേൺഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അടുത്ത ഏതാ? ഫോർ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിന്റെ വില കുറയുന്നു. അസറ്റിന്റെ വില കുറയുമ്പോൾ ഇവിടെ അല്ലേ എഴുതുന്നത്? അപ്പൊ ജേണൽ എൻട്രി ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ വരുന്നത്, ഇപ്പുറത്തുള്ളതിന്റെ എല്ലാം. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് അസറ്റ്. എന്താ രണ്ടാമത്തെ എൻട്രി? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് അസറ്റ്. അടുത്തത് ഇൻക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ലയബിലിറ്റി, ലയബിലിറ്റി കൂടി. ലയബിലിറ്റി കൂടിയാൽ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡ് എഴുതും. ലയബിലിറ്റി കൂടിയാൽ അപ്പൊ എൻട്രി ഇവിടുന്ന് എങ്ങനെ വരും? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഏതാണോ ലയബിലിറ്റി ആ ലയബിലിറ്റി. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് ലയബിലിറ്റി. എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് ലയബിലിറ്റി. ഫോർ ഡിക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ലയബിലിറ്റി, ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് എഴുതും? ഇങ്ങോട്ട് എഴുതും. അപ്പൊ ലയബിലിറ്റി ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ വരും ജേണൽ എൻട്രി. ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ, കൺസേൺഡ് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അടുത്തത് ഫോർ റെക്കോർഡിംഗ് ആൻഡ് അൺറെക്കോർഡഡ് അസറ്റ്. അൺറെക്കോർഡഡ് അസറ്റ് വരുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? ഇത് ഇവിടെ വരും അൺറെക്കോർഡ് അസറ്റ്. അപ്പൊ ഏതാണോ ആ അൺറെക്കോർഡ് അസറ്റ് ആ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ, അതാണ് കൺസേൺഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അടുത്ത റെക്കോർഡിംഗ് ഓഫ് അൺറെക്കോർഡഡ് ലയബിലിറ്റി. അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണെങ്കിൽ അൺറെക്കോർഡ് ലയബിലിറ്റി ഇവിടെ അല്ലേ വരുന്നത്? അപ്പൊ ജേണൽ എൻട്രി ഇങ്ങനെ വരും റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അൺറെക്കോർഡഡ് ലയബിലിറ്റി. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് ലയബിലിറ്റി. ഇനി ഫോർ ട്രാൻസ്ഫറിംഗ് ദി ബാലൻസ് ഇൻ റീവാലുവേഷൻ, റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം വരാം. എ ബി ടേക്കുന്നുണ്ടോ? ഇഫ് ദർ ഈസ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ, ഇഫ് ദർ ഈസ് ലോസ് ഓൺ റീവാലുവേഷൻ. പ്രോഫിറ്റും വരും ലോസും വരും. പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിൽ എന്തായിരുന്നു ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞത്? പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ അല്ലേ വരുന്നത്? അപ്പം ഇങ്ങനെ വരും റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. കണ്ടോ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻഡിവിജ്വലി ഇൻ ഓൾഡ് റേഷ്യോ. അപ്പൊ ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു വേണം എഴുതാൻ. അതായത് എയും ബിയും ഉണ്ടെങ്കിൽ ആ എൻട്രി ഇങ്ങനെ എഴുതും റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. അങ്ങനെ വേണം എഴുതാൻ. അടുത്ത ഇഫ് ദർ ഇസ് ലോസ് ഓൺ റീവാലുവേഷൻ, റീവാലുവേഷനിൽ ലോസ് ആണ് വരുന്നതെങ്കിൽ ഇപ്പുറത്തല്ലേ വരത്തുള്ളൂ ജേണൽ എൻട്രി. അപ്പൊ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അപ്പൊ ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റും റീവാലുവേഷൻ അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 8 ജേണൽ എൻട്രീസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലായി. റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഏതൊക്കെയാണ് ഐറ്റംസ് ആണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്നതെന്ന് മനസ്സിലായി. റീവാലുവേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട 8 ജേണൽ എൻട്രീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഇനി നമുക്ക് ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. രാജേഷ് ആൻഡ് രമേശ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. അപ്പൊ ഓൾഡ് റേഷ്യോ തന്നിരിക്കുന്നു 3:2 എന്ന് പറഞ്ഞാൽ 3/5ഉം 2/5. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. രാമൻ ഈസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ. അപ്പൊ പുതിയ പാർട്ട്ണർ രാമനാണ്. ആൻഡ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് 5:3:2. ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കേണ്ടത്, റീവാലുവേഷൻ പ്രോഫിറ്റും ലോസും വീതിക്കുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയിലേ വീതിക്കാറുള്ളൂ. അവിടെ ന്യൂ റേഷ്യോയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. ദി ഫോളോയിങ് റീവാലുവേഷൻസ് വെയർ മെയ്ഡ്. താഴെ പറഞ്ഞ റീവാലുവേഷൻസ് എല്ലാം നടന്നിട്ടുണ്ട്. പാസ് ജേണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്. നോക്കാം. ദി വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 15,000. ബിൽഡിംഗ് 15,000 കൂടി. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റ് ആണ്. അസറ്റിന്റെ വില കൂടി. അസറ്റിന്റെ വില കൂടിയാൽ എന്താണ് നമ്മുടെ ജേണൽ എൻട്രി? അസറ്റിന്റെ വില കൂടുമ്പോൾ നമ്മൾ എവിടെ എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പൊ ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ എന്നാണ്. ഇവിടുത്തെ അസറ്റിന്റെ പേര് ഏതാ? ബിൽഡിംഗ്. അപ്പൊ നമുക്ക് ജേണൽ എൻട്രി എന്ത് എഴുതാം? ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അസറ്റിന്റെ വില കൂടിയാൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. ബിൽഡിംഗ് ആയതുകൊണ്ട് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ 15,000. ഒന്നാമത്തെ ജേണൽ എൻട്രി ആയി. 2, ദി വാല്യൂ ഓഫ് മെഷീനറി ഈസ് ഡിക്രീസ്ഡ് ബൈ
4000. അസറ്റിന്റെ വില കുറഞ്ഞു. അസറ്റിന്റെ വില കുറഞ്ഞാൽ എന്താണ് ജേണൽ എൻട്രി? അസറ്റിന്റെ വില കുറയുമ്പോൾ നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പൊ ജേണൽ എൻട്രി എന്താ വരുന്നത്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ് ഏതാ? മെഷീനറി. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെ വരും? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. എത്രയാ? 4000. ഇനി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഈസ് മെയ്ഡ് ഫോർ 1000. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് ബിയാനൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ വരയ്ക്കുന്ന പ്രോബ്ലം ഉള്ള ചാപ്റ്റർ പഠിച്ചപ്പോ അവിടെ നമ്മൾ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറയുന്ന ഐറ്റം എല്ലാം നമുക്കറിയാം സൺട്രി ഡെറ്റേഴ്സിന്റെ എമൗണ്ട് എത്രയാണോ അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്ന എമൗണ്ട് ആണ് ഈ ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. അപ്പൊ ഒരു കാര്യം ആലോചിക്കേണ്ടത്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റോ വരികയാണെങ്കിൽ നമ്മുടെ സൺട്രി ഡെറ്റേഴ്സ് കുറയും. അതായത് സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരേണ്ട ആൾക്കാർ. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടേണ്ട പൈസയിൽ നമുക്കിനി കിട്ടാതെ ഉള്ള കടങ്ങളെ, കിട്ടാക്കടങ്ങളെ വിളിക്കുന്ന പേരാണ് ബാഡ് ഡെറ്റ്. അപ്പൊ ബാഡ് ഡെറ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൺട്രി ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറയും, കിട്ടാനുള്ള എമൗണ്ട് കുറയും. ഈ സൺട്രി ഡെറ്റേഴ്സ് നമ്മുടെ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? അത് നമ്മുടെ അസറ്റ് ആണ്. അപ്പൊ പ്രൊവിഷൻ ഡൗട്ട്ഫുൾ ഡെറ്റ് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൺട്രി ഡെറ്റേഴ്സ് കുറയുകയല്ലേ ചെയ്യുന്നത്? അതായത് നമ്മുടെ അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അസറ്റ് കുറയുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? അസറ്റ് കുറഞ്ഞാൽ നമുക്ക് ജേണൽ എൻട്രി അറിയാം. ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റിന് റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ്. ശരിയല്ലേ? അപ്പൊ എൻട്രി എഴുതുമ്പോ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഏത് ഐറ്റം? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എത്ര എമൗണ്ട്? 1000. 3 ജേണൽ എൻട്രി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഈ 3 ജേണൽ എൻട്രി വെച്ചിട്ട് നമുക്കൊരു റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്കൊരു റീവാലുവേഷൻ അക്കൗണ്ടിന് എന്ത് ചെയ്ത് നോക്കാം? പ്രിപ്പയർ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ജേണൽ എൻട്രികളെല്ലാം നമുക്ക് ആ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത് വെക്കാം. ഒരു റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. രണ്ട് സൈഡ് എമൗണ്ട് കോളം വരും. particulars കോളം വരും. particulars amount. particulars amount. ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇനി ജേണൽ എൻട്രി എല്ലാം റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഒന്നാമത്തെ ജേണൽ എൻട്രി എന്താ? ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അപ്പൊ ഇത് റീവാലുവേഷൻ അക്കൗണ്ടിൽ എങ്ങനെ വരും? ബൈ ബിൽഡിംഗ്. ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ അറിയാലോ ജേണൽ എൻട്രി, +1 നമ്മൾ പഠിച്ചിട്ടുള്ളതാ. എമൗണ്ട് 15,000. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. ടു മെഷീനറി എത്ര എമൗണ്ട്? 4000. അടുത്ത റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. അപ്പൊ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എത്ര? 1000. ഇനി നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് വേറെ ഐറ്റം ഒന്നുമില്ല. അപ്പൊ ഇനി റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കാം എത്ര വരും എന്ന് പറയാം. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഏത് സൈഡാ കൂടുതൽ? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. എത്ര എമൗണ്ട്? 15,000. രണ്ട് സൈഡും 15,000. അപ്പൊ ഇനി ഇവിടെ ഡിഫറൻസ് എത്ര വരും നോക്കിയേ. ഇവിടെ ഓൾറെഡി ഒരു 5,000 ഉണ്ട്. അപ്പൊ 15,000 ഇരുന്ന് 5,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 10,000
ബാലൻസ് ഉണ്ട്. അപ്പൊ 10,000 ബാലൻസ് ഉള്ളത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്, കാരണം ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. അപ്പൊ റീവാലുവേഷൻ പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും ആര് വീതിക്കും? ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയിൽ വീതിക്കും. അപ്പൊ ഇനി 10,000 രൂപ ആരൊക്കെ വീതിക്കണം? രാജേഷും രമേശും വീതിക്കണം. അപ്പൊ എങ്ങനെ എഴുതും? ടു രാജേഷ് ക്യാപിറ്റൽ, ടു രമേശ് ക്യാപിറ്റൽ. കണ്ടോ എത്രയൊക്കെ വരും നോക്കിയേ. 10,000 രൂപ 3:2 വീതിക്കണം. അപ്പം 3/5 2/5 അത് 3:2 വീതിക്കുമ്പോൾ ആദ്യത്തെ ആൾക്ക് 6,000 വരും, രണ്ടാമത്തെ ആൾക്ക് 4,000 വരും. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത്, ഇപ്പൊ ഞാൻ നോക്കി ഈ ഡിഫറൻസ് ഉള്ള എമൗണ്ട് 10,000 എമൗണ്ട് കോളത്തിൽ എഴുതിയിട്ട് അവർ വീതിക്കുന്ന എമൗണ്ട് രണ്ടും ഇന്നർ കോളത്തിൽ എഴുതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെന്ന് പാടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എമൗണ്ട് രണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്നർ കോളത്തിൽ തന്നെ എഴുതാം. ഈ എമൗണ്ട് ഇവിടെ ഇങ്ങനെ എഴുതാതെ, അപ്പൊ 10,000 രൂപയല്ലേ ഡിഫറൻസ് വന്നത്. ആ ഡിഫറൻസ് വന്ന 10,000 രാജേഷ് ക്യാപിറ്റൽ 6,000 രമേശ് ക്യാപിറ്റൽ 4,000 ഇങ്ങനെ എഴുതാം. ഒന്നുകിൽ ഡിഫറൻസ് എമൗണ്ട് ഇവിടെ എഴുതിയിട്ട് അവർ വീതിക്കുന്ന എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക, അല്ലെങ്കിൽ ആ ഡിഫറൻസ് വീതിക്കുന്ന എമൗണ്ട് തന്നെ ഔട്ടർ കോളത്തിൽ എഴുതുക. ഇങ്ങനെ എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യങ്ങൾ സ്വന്തമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കണം. ശ്രീരാം ആൻഡ് രാജ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 2:1. അപ്പൊ ഓൾഡ് റേഷ്യോ 2:1 ആണ്. 2/3 1/3. നെൽസൺ ജോയിൻസ് എ പാർട്ട്ണർ ഓൺ 1st April 2017. ദി ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ്. ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് സ്റ്റോക്ക്. അപ്പൊ സ്റ്റോക്ക് കൂടുന്നു, സ്റ്റോക്ക് അസറ്റ് ആണ്. എത്ര രൂപ കൂടുന്നു? 5,000 കൂടുന്നു. നമുക്കറിയാം സ്റ്റോക്ക് കൂടിയാൽ 5,000, അസറ്റ് കൂടിയാൽ അസറ്റ് കൂടുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എഴുതുക. അസറ്റ് കൂടുമ്പോൾ ജേണൽ എൻട്രി എന്താ വരുന്നത്? അസറ്റ് അക്കൗണ്ട് അണ്ടർ ടു റീവാലുവേഷൻ. ആ ജേണൽ എൻട്രി എഴുതണം. 2. ബ്രിങ് ഇൻ ടു റെക്കോർഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ₹7,000. 7,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ, വിച്ച് ഹാഡ് നോട്ട് ബീൻ റെക്കോർഡഡ് ഇൻ ദി ബുക്സ്. ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത ഒരു 7,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ അസറ്റ് ആണ്. അപ്പൊ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത അസറ്റ് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൺറെക്കോർഡഡ് അസറ്റ്. അപ്പൊ അൺറെക്കോർഡഡ് അസറ്റ് വരുന്നു. അപ്പൊ അൺറെക്കോർഡഡ് അസറ്റിന്റെ ജേണൽ എൻട്രി എഴുതണം. നമ്മൾ പറഞ്ഞാണ് അൺറെക്കോർഡഡ് അസറ്റ് വന്നാൽ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പൊ ജേണൽ എൻട്രി അൺറെക്കോർഡഡ് അസറ്റ് അക്കൗണ്ട് അണ്ടർ ടു റീവാലുവേഷൻ എന്നാ വരുന്നത്. ഇവിടെ അൺറെക്കോർഡ് അസറ്റിന്റെ പേരെന്താണ്? ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെ വരും? ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അണ്ടർ ടു റീവാലുവേഷൻ. അടുത്തത്, റെഡ്യൂസ് ദി വാല്യൂ ഓഫ് ഓഫീസ് എക്യുപ്മെന്റ് ബൈ 10,000. ഓഫീസ് എക്യുപ്മെന്റിന്റെ വാല്യൂ റെഡ്യൂസ് ആകുന്നു, കുറയുന്നു. അപ്പൊ വീണ്ടും അസറ്റിന്റെ വില കുറയുന്നു. അസറ്റിന്റെ വില കുറയുമ്പോൾ നമുക്ക് എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അണ്ടർ ടു അസറ്റ് എന്ന. അപ്പൊ അസറ്റിന്റെ പേര് എക്യുപ്മെന്റ് എന്ന. അപ്പം റീവാലുവേഷൻ അക്കൗണ്ട് അണ്ടർ ടു ഓഫീസ് എക്യുപ്മെന്റ് 10,000. പിന്നെ എ പ്രൊവിഷൻ വാസ് ഓൾസോ മെയ്ഡ് ഓൺ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. നേരത്തെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റിനാണ് നമ്മൾ പ്രൊവിഷൻ വെച്ചതെങ്കിൽ ഇവിടെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസിന് എന്താണ് പ്രൊവിഷൻ വെക്കുന്നത്. അപ്പൊ നേരത്തെ പോലെ തന്നെ എൻട്രി. നേരത്തെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് വന്നപ്പോൾ എൻട്രി എന്താ വന്നത്? റീവാലുവേഷൻ അക്കൗണ്ട് അണ്ടർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. അപ്പൊ ഇനി ഇവിടെ എങ്ങനെ വരുന്നത്? പ്രൊവിഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസിനാണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് അണ്ടർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. കാരണം ഈ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. വേജസ് എന്ന് പറഞ്ഞാൽ കൂലി, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള കൂലി. കണ്ടോ? അപ്പൊ കൊടുക്കാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ലയബിലിറ്റിയാണ്. അപ്പൊ പുതിയ ലയബിലിറ്റികളാണ് വരുന്നത്. പുതിയ ലയബിലിറ്റികളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് എഴുതുന്നത്? വേണ്ട, പുതിയ നമ്മുടെ ഫോർമാറ്റ് പ്രകാരം പുതിയ ലയബിലിറ്റികളൊക്കെ വരുമ്പോൾ, അൺറെക്കോർഡ് ആയിട്ടുള്ള പുതിയ ലയബിലിറ്റികളെല്ലാം വരുമ്പോൾ ഏത് സൈഡ് എഴുതണം? ഡെബിറ്റ് സൈഡ് എഴുതണം. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് അണ്ടർ ടു അൺറെക്കോർഡഡ് ലയബിലിറ്റി, പുതിയ ലയബിലിറ്റിയുടെ പേരല്ലേ വരുന്നേ. അപ്പൊ എങ്ങനെ എഴുതും എൻട്രി? റീവാലുവേഷൻ അക്കൗണ്ട് അണ്ടർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. അപ്പൊ ഈ ജേണൽ എൻട്രികൾ എഴുതുക. എന്നിട്ട് ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ആ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് അത് എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്യുക. ഗീവ് ജേണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്. ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കണം. അപ്പൊ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ചാപ്റ്ററില് ഏകദേശം അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ആയി. ഇപ്പൊ നമ്മൾ ചെയ്ത് എന്താണ്? ജേണൽ എഴുതിയിട്ട് ഏത് അക്കൗണ്ട് വരച്ചു? റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചു. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ജേണൽ എഴുതി, റീവാലുവേഷൻ എഴുതി, പിന്നെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും പാർട്ട്നേഴ്സിന്റെ. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നാലാമത് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ബാലൻസ് ഷീറ്റ് വരച്ച് ടാലിയാക്കും. ഇത്രയുമാണ് വലിയ പ്രോബ്ലം ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത്. ജേണൽ എഴുതണം, റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കണം,
ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതണം, എന്നിട്ട് ഏറ്റവും അവസാനം ബാലൻസ് ഷീറ്റ് വരച്ച് ടാലി ആക്കുകയും വേണം. അത് ആദ്യം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ജേണൽ എഴുതിയിട്ടാണ് റീവാലുവേഷൻ എഴുതുന്നത്. പിന്നീട് അങ്ങോട്ട് കുറച്ച് നമ്മൾ എക്സ്പേർട്ട് ആയി തീരുമ്പോൾ നമ്മൾ ഇവനെ അങ്ങ് ഒഴിവാക്കും. ജേണൽ നമ്മൾ എഴുതത്തില്ല. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നേരെ നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യും? റീവാലുവേഷൻ. ജേണൽ എഴുതാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ക്യാപിറ്റൽ അക്കൗണ്ടും വരച്ച് ബാലൻസ് ഷീറ്റും ടാലിയാക്കി ചെയ്തു പോകും. അപ്പൊ ആ ടൈപ്പ് പ്രോബ്ലം ആണ് ഇനി നമുക്ക് വലിയ പ്രോബ്ലംസ് ആണ് ഈ ചാപ്റ്ററിൽ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്.